ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമ്മ വലിയ ദേഷ്യത്തോടെ രാഘവേട്ടനോട് പറയുക, നട്ടലില്ലാത്ത ഒരു മോനും നട്ടലില്ലാത്ത ഒരു തന്തയും. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ ഈ പഴം പുഴുങ്ങിയ വർത്തമാനം. ആണുങ്ങളുടെ വില കളയാൻ നിങ്ങളെപ്പോലെ രണ്ടെണ്ണം മതിയല്ലോ. നിങ്ങളുടെ ഒരു വർത്തമാനവും എനിക്കിനി കേൾക്കണ്ട എന്ന് പറഞ്ഞ് സത്യമ്മ അവിടെ ദേഷിച്ച് പുറത്തോട്ടിറങ്ങി പോവുക. എൻ്റെ ഭഗവാനെ, ഫാമ ഇക്കണക്കിന് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ? രാഘവേട്ടൻ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. ഈ സമയം നമ്മുടെ ശാലിനി ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിലോട്ട് വന്ന് ഇറങ്ങിയിരിക്കുക. ശാലിനി അങ്ങോട്ട് ഇറങ്ങിയും വിഷ്ണുവും പുറകിന് കാറുമായിട്ട് വന്ന്, ശാലിനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിഷ്ണുവേട്ട, ഇതൊരു ഹോസ്പിറ്റലാണ്, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശാലിനി അകത്തോട്ട് പോവുക. വിഷ്ണുവിനൊന്നും മനസ്സിലാകുന്നില്ല. ശാലിനി എന്താ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു ഹോസ്പിറ്റലിനകത്തോട്ട് കയറി പോവുകയാണ്. അകത്ത് കിടക്കുന്ന ശ്യാമയുടെ സ്ഥിതി എന്തായെന്നറിയാതെ രോഹിത് അവിടെ വിഷമിച്ചങ്ങനെ നിൽക്കുവാണ്. ശാലിനി പെട്ടെന്ന് രോഹിത്തിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്താണ് പറ്റിയത് എന്ന് രോഹിത് പറയുന്നു. ഉപേന്ദ്രൻ വന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിലും അയാൾ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ രണ്ടാളും കരുതിയില്ല. എന്നെയാണ് അയാൾ ഉന്നം വെച്ചത്, പക്ഷേ കൊണ്ടത് ശ്യാമയ്ക്കും. അപ്പോഴേക്കും വിഷ്ണു അവിടെ എത്തിക്കഴിഞ്ഞു. വിഷ്ണു അത് കേൾക്കുവാണ്. ഷോൾഡറിൽ നിന്ന് കുറച്ച് താഴോട്ടാണ് കൊണ്ടത്, അതുകൊണ്ട് ആളപായം ഒന്നും ഉണ്ടായില്ല. ഒരല്പം കൂടി താഴോട്ട് മാറിയിരുന്നെങ്കിൽ ശ്യാമയെ നമുക്ക് ജീവനോടെ കിട്ടില്ലായിരുന്നു. അപ്പോഴങ്ങോട്ട് ഇറങ്ങി വരാൻ ഡോക്ടറോട് ശാലിനി ചോദിക്കുന്നു. ഡോക്ടർ ശാലിനിയോട് പറയുന്നു, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, സർജറി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല, പക്ഷെ ആള് വേണം ഇവിടെ. ഓക്കെ മാഡം, എന്താവശ്യം ഉണ്ടായാലും പറഞ്ഞാൽ മതി. ശാലിനി രോഹിത്തിനോട് പറയുന്നു, ഈ ചെയ്യിപ്പിച്ചതേ ആ സുസ്മിതയാ. ആ സുസ്മിതയുടെ കയ്യിലെ പാവയാണ് ഈ ഉപേന്ദ്രൻ. അവിടെ നിൽക്കുന്ന പോലീസുകാരോട് ശാലിനി പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം, അപകടനില തരണം ചെയ്യുന്നതേ ഉള്ളൂ. ആക്രമിച്ചവൻ മുൻ വൈരാഗ്യ ബുദ്ധിയോടെ ഇനിയും വന്നേക്കാം. എന്തെങ്കിലും എമർജൻസി വന്നാൽ എന്നെ വിളിക്കണം എന്ന് രോഹിത്തിനോട് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിനെ ദേഷിച്ച് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. വിഷ്ണു സങ്കടത്തോടെ രോഹിത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നു, രോഹിത്തെ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ശാലിനി സ്പീഡിൽ നടന്നു പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാൻ രോഹിത്തെ എന്നും പറഞ്ഞ് വിഷ്ണു ഓടിപ്പോവുകയാണ് ശാലിനിയുടെ കൂടെ. ശാലിനി, ഞാൻ മനഃപൂർവ്വം അവിടെ നിന്ന് മാറി നിന്നതല്ല. എവിടേക്കാ പോയത്, എന്തിനാ പോയതെന്ന് ശാലിനി അറിയണം. എനിക്കൊന്നും അറിയണ്ട. എൻ്റെ അനുജത്തിയാ ഇവിടെ വെടികൊണ്ട് കിടക്കുന്നത്. അവളുടെ അടുത്ത് വരാൻ ജില്ലാ കളക്ടറായ ഞാൻ ഓട്ടോ പിടിക്കേണ്ട അവസ്ഥ വന്നു എന്നറിഞ്ഞാൽ അതിൻ്റെ കാരണവശാലി ഞാൻ പറയാൻ വരുന്നേ. ഇപ്പോഴേ ശാലിനി വേണ്ടാന്നല്ലേ പറഞ്ഞ്, എനിക്കൊന്നും കേൾക്കണ്ട. ആ താക്കോലിങ്ങിതാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ആ കാറിൻ്റെ ചാവി തട്ടിയെടുക്കുവാണ്. ശാലിനി തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വിഷ്ണു സങ്കടത്തോടെ ശാലിനി പോകുന്നോ നോക്കി നിൽക്കുവാണ്. പാവം, വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ശാലിനി മനസ്സിലാക്കുന്നുമില്ല. പറയാൻ ശ്രമിക്കുമ്പോൾ ശാലിനി അത് കേൾക്കുന്നതുമില്ല. ഇനി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണോ വരാൻ പോകുന്നത്. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിക്കൊണ്ട് വരുമ്പോൾ ശാലി ചോദിക്കുന്നു, ശാലിനി ഇവിടെ വന്നിട്ട് പോയാൽ പോരേമ്മേ? അതുവരെ ഞാൻ എന്ത് വിശ്വസിച്ചാൽ മോളെ ഇവിടെ നിൽക്കുന്നത്? ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. എൻ്റെ നല്ല ജീവൻ മുഴുക്കെ അവിടെയാ. എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമേ. അമ്മ ഈ അവസ്ഥയിൽ തനിയെ വിടാൻ എനിക്ക് പേടിയാകുന്നു. വേണ്ട മോളെ, മോള് വരണ്ട. ഡോക്ടർ പറഞ്ഞതല്ലേ മോള് ശരീരം അനക്കാൻ പാടില്ലെന്ന്. ഇനി ഓട്ടോയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്താൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഏനക്കേടായാൽ അതൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ മോളെ. ഇതിപ്പോൾ ശ്യാമയുടെ കാര്യം എന്തായെന്നോ എങ്ങനെയായെന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. മോള് രോഹിത്തിനെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലമ്മേ. അവിടെ രോഹിത്ത് മാത്രമല്ല ഉള്ളു. ഓരോ ആവശ്യത്തിന് രോഹിത്ത് മാത്രം ഓടണ്ടേ? അത് തന്നെയാ മോളെ ഞാൻ പറഞ്ഞത്. ഒരു കൈസഹായത്തിന് അവിടെ ഒരാളില്ലാതെ അവൻ ഒറ്റയ്ക്ക് എങ്ങനെയെല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വന്ന്, അതാണ്ട മോളെ ഓട്ടോ വന്ന്, ഞാൻ അങ്ങോട്ട് പോട്ടെ. മോളെ, ഹോട്ടലൊന്ന് ശ്രദ്ധിച്ചോണേ. എന്നെ തിരക്കി ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഒരിടം വരെ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹോസ്പിറ്റലിലെ കാര്യം ഒന്നും മോള് പറയണ്ട. അങ്ങനെ ശാരദാമ്മ ആ വന്ന ഓട്ടോയിൽ കയറി ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ. നിൻ്റെ ഒരൊറ്റ ഉറപ്പിലാണേ ഞാനീ പോകുന്നത്. ശാലിനിയാണെങ്കിൽ വലിയ കടുപ്പിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്. നേരെ വരുന്നത് സുസ്മിതയുടെ വീട്ടിലോട്ടാണ്. സുസ്മിത ആ സമയത്ത് എവിടെയോ പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമായിരുന്നു. ശാലിനി കാറിൽ നിന്നിറങ്ങി വലിയ ദേഷ്യത്തോടെ സുസ്മിതയുടെ അടുത്തോട്ട് പോവുക. നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത പറയാം, ഞാൻ എന്തിനാടി നിന്നെ പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് കയ്യെത്തി പിടിക്കാവുന്നവരോട് മാത്രമേ എനിക്ക് ചങ്ങാത്തമുള്ളൂ. അപ്പോൾ നിനക്കറിയാം അല്ലേ സുസ്മിതേ, ഞാൻ നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കൊമ്പാണെന്ന്. എന്നിട്ടാണോടി നീ തറവേല കാണിച്ചത്? അതെ, ഞാൻ കാണിക്കുന്ന തരികിടയൊക്കെ നോക്കി മാർക്കിടാൻ വന്നതാണോ സ്ഥലം ജില്ലാ കളക്ടർ? എങ്കിലേ മോളെ ശാലിനി, നീയൊന്ന് വിയർക്കും. കാരണം എനിക്ക് തന്നെ അറിയില്ല ഓരോ ദിവസവും ഞാൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന്. അവളുടെ അഹങ്കാരത്തിന് മറുപടി ശാലിനി പറയാം, അത് 1-2 ദിവസം അകത്ത് കിടന്നേ 4 പൊട്ടീരൊക്കെ കിട്ടുമ്പോൾ മാറാവുന്നതേ ഉള്ളു. സുസ്മിത പറയാ, ചുമ്മാതെ പറയുവാണേ. ഞാനേ ജയിലിൽ കിടന്നപ്പോൾ പൊട്ടിക്കാൻ വന്ന പോലീസ് വനിതാ ചേട്ടത്തിമാരൊക്കെ
ഈ സുസ്മിതയെ കണ്ടപ്പോഴേക്കും ഈ പനി വന്ന് വിറയ്ക്കത്തില്ലേ, അതുപോലെ കിടുകിടാ വിറയ്ക്കുക, മുട്ടുകൾ തങ്ങളിൽ കൂട്ടിയിടിച്ച്. പിന്നെ എങ്ങനെയാ ശാലിനി എൻ്റെ നേരെ അവരുടെയൊക്കെ കൈ പൊങ്ങുന്നത്? അവരാരെങ്കിലും ഒരെണ്ണം എൻ്റെ കർണത്ത് നോക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നന്നായി പോയേനെ. പക്ഷെ എന്ത് ചെയ്യാന്, തരണ്ടേ അവര്? ഒരൊറ്റ ഒരെണ്ണത്തിന് പോലും സുസ്മിതയ്ക്ക് മുന്നിൽ വന്നതെന്ന് നേരെ നോക്കി പറയാൻ വലിയ പാടാ. അടിതടവ് പഠിച്ചവർ പോലും നോക്കിയിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയില്ല. പിന്നെയാണോ ഇത്തിരി പോന്ന നീ? ചുമ്മാതെ സമയം കളയാതെ ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന്. സുസ്മിതയുടെ അഹങ്കാരമൊക്കെ അത്രയും നേരം കേട്ട് നിന്നിട്ട് നമ്മുടെ ശാലിനി പറയാ, മാന്യമായി പെരുമാറുന്ന ശാലിനി വിഷ്ണുവിനെ നീ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സ്വന്തം കൂടപ്പറപ്പുകളെ തൊടുമ്പോൾ എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിൻ്റെ വീറും വാശിയും അല്പം പോലും ചോരാതെ തന്നെ പറയട്ടെ, എൻ്റെ അനുജത്തി ശ്യാമയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ സുസ്മിതേ, നീ പിന്നെ ഈ ഭൂമിയിലില്ല. ഞാൻ തീർത്ത് അവസാനിപ്പിച്ചു കളയും നിന്റെ ഈ കൊട്ടേഷൻ പരിപാടി. ഓ പുന്നാര അനിയത്തിലെ തോളലിന് ചെറിയ തുള വീണേന് ആദ്യ പൂണ്ട് വെപ്രാളപ്പെട്ട് വന്നതാണ് കുഞ്ഞേച്ചി. ആ വെടിവെച്ചവൻ്റെ കൈയൊന്നും വിറച്ചു പോയതുകൊണ്ടടി, അല്ലെങ്കിൽ അവൻ്റെ അവിടെ തൊണ്ട പൊട്ടിച്ച് കടന്നു പോകേണ്ടതായിരുന്നു ആ വെടിയുണ്ട. എങ്കിലിന്ന് ജോത്സ്യൻ വന്ന് സഞ്ചാരം കുറിച്ചാന് അല്ലേ? ഇനി എന്ത് ചെയ്യാന്? പാഴായിപ്പോയ ഉണ്ടയുടെ പുറകിന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ശാലിനി, നിന്റെ പുന്നാര അനിയത്തി ശ്യാമയെ വെള്ള പുതപ്പിച്ച് ആ കുടുംബശ്രീ ഹോട്ടലിൻ്റെ വാതൊക്കെ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ മനോഹരമായ കാഴ്ച ചുമ്മാതൊന്ന് സങ്കല്പിച്ച് നോക്കണ്ട ശാലിനി. നെഞ്ചത്തടിച്ച് കരയാൻ മത്സരിക്കുന്ന നീയും നിന്റെ ചേച്ചിയും നിന്റെ ശാരദാമ്മയും നിന്റെ കുടുംബാംഗങ്ങളും എല്ലാം. അങ്ങനെ കിടത്തും ഞാൻ അവളെ നിന്റെ മുന്നിൽ ഒരു കാഴ്ചക്കണിയായിട്ട്. സുസ്മിതയുടെ ഈ അഹങ്കാരം പറച്ചിലെല്ലാം കേട്ട് അത്രയും നേരം ഇരുന്ന ശാലിനി സകല ശക്തി ഉപയോഗിച്ച് സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചൊരു ഒറ്റ ഏറ്. നിന്റെ മരണത്തിന് കാരണവും നിന്റെ ഈ നാവ് തന്നെ ആയിരിക്കുമടി. എന്നിട്ടും ശാലിനിയുടെ ദേഷ്യം അടങ്ങുന്നില്ല. നിന്നെ കൊല്ലുപടി ഞാൻ വീണ്ടും അവിടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുവാണ്. സുസ്മിത ശാലിനി വിടെന്നും പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് ചന്ദ്രബോസ് കാറിൽ വന്ന് ഇറങ്ങുവാണ്. സുസ്മിത കഴുത്തും കുത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ചന്ദ്രബോസ് വന്ന് ചോദിക്കുന്നു, അല്ല വന്ന് കളക്ടർ ഇപ്പം 3-ാം മുറയും കൊണ്ട് ഇറങ്ങിയിരിക്കുവാണ്. അടികൊള്ളാൻ വേണ്ടി നീയൊക്കെ പാകത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതിയോ? വേണ്ട, കയ്യും കെട്ടി നോക്കി നിൽക്കണ്ട. ഒരു കൈത്തോക്കം സംഘടിപ്പിച്ചോട്ടെ ആ ഉപേന്ദ്രൻ്റെ നേരെ അങ്ങോട്ടങ്ങ് ചെല്ല്. അല്ലാതെ എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിലോട്ട് കയറുന്ന എന്തിനാന്നാ ചോദിച്ചത്? ഉപേന്ദ്രൻ കാണിക്കുന്ന നാറിയ കളിക്ക് ബുദ്ധിപൂർവ്വം ചുക്കാൻ പിടിക്കാൻ ഞങ്ങൾക്ക് തോന്നുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ അവനോടൊപ്പം ചേർത്ത് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. അത് കേട്ട് സങ്കടത്തോടെ സുസ്മിത പറയാ, അതെ സത്യവാ ഈ പറഞ്ഞത്. ഉപേന്ദ്രൻ ഒരു കാട്ടാളനാ. അയാളുടെ ടാർഗറ്റ് രോഹിത. മറഞ്ഞിരുന്ന് അയാൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ അയാൾ ചെയ്തിരിക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഭംഗം വന്നപ്പോൾ ഉറ്റവനെ രണ്ടുപേരോട് അങ്ങ് ഒറ്റുകൊടുത്ത് അല്ലേ? ഇത്രയും നാളെ നിങ്ങൾ അവനെ തലേ ചുമന്നുകൊണ്ട് നടന്നതല്ലേ? ഇപ്പൊ പെട്ടെന്ന് നിങ്ങളങ്ങ് നല്ല പുള്ള ചമഞ്ഞ് കൈ കഴുകി കളയാൻ പറ്റത്തില്ലല്ലോ. ശാലിനി ദേഷ്യത്തോടെ പറയാം, ദേണ്ടേ ഞാൻ അവസാനമായിട്ട് പറയുക, എനിക്ക് എൻ്റെ കുടുംബം വലുതാണ്. ഇനി എൻ്റെ കുടുംബത്തിലേക്ക് നീയൊക്കെ ഈ അന്തസ്സില്ലാത്ത കളിയുമായിട്ട് വന്നാൽ പിന്നെ നിന്നെയൊക്കെ ഈ ഞാൻ പൂട്ടുന്ന പൂട്ടിന് നിൻ്റെയൊക്കെ ആയുസ് തീരും വരെ എന്നൊരർത്ഥം കൂടെ ഉണ്ടായിരിക്കും. ചന്ദ്രബോസിനെ നോക്കി പറയുന്നു, ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരുമെന്ന്. പിന്നെ ഉപേന്ദ്രൻ്റെ കാര്യം, അവനെ നിങ്ങൾ ഏത് പാതാളത്തിൽ കൊണ്ട് സബ്രമഞ്ചക്കട്ടിൽ ഒരുക്കി താമസിപ്പിച്ചാലും അവനെ അതിൽ നിന്നും പുറത്ത് ചാടിക്കാനുള്ള കുന്തിരിക്കോ ഉണക്കമുളവും ഞാൻ ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവനോട് പറഞ്ഞേര്. അവൻ്റെ തല ഇനി പുറം ലോകം കണ്ടാൽ അവനകത്താ. അതോടെ അവൻ്റെ ആയുർരേഖയ്ക്ക് കുറുകെ ഞാനൊരു വരയങ്ങ് വരയ്ക്കും. അതോടെ ഉപേന്ദ്രൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അതിനായിട്ട് എന്ത് വഴിയും ഈ ശാലിനി വിഷ്ണു സ്വീകരിക്കുകയും ചെയ്യും. രണ്ടുപേരും ഒന്ന് ഓർത്ത് വെച്ചോ, അധികാരവും ചങ്കുറപ്പുള്ള പെണ്ണിനോട് മുട്ടാൻ വരരുതേ. ഇത് നിനക്കൊക്കെയുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഇതും കേട്ടിട്ട് മനസ്സിലെ കൊനിഷ്ടം വെച്ച് ചതുരംഗ പലകയുമായി കളിക്കളത്തിലോട്ട് വരുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ സർവീസ് ബുക്കിൽ ചുവന്ന മഷി കൊണ്ടുള്ള പോറൽ വീണാലും കുഴപ്പമില്ല. ഒരുങ്ങി ഇറങ്ങി ഞാൻ. സംരക്ഷിക്കാനുള്ള കൈക്ക് സംഹരിക്കാനുള്ള കഴിവുണ്ടെന്ന് രണ്ടുപേരും ഒന്ന് ഓർത്താൽ നല്ലത്. അതെന്നെക്കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ദേഷ്യത്തോടെ പോവുകയാണ്. ചിറ്റപ്പ അവള് പോട്ടടി, അവൾ ഏതറ്റം വരെ പോകുമെന്ന് നോക്കാം. ഉപേന്ദ്രൻ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെരുകിനെ പോലെ നടക്കുക. ആ സമയത്താണ് സുസ്മിത ഉപേന്ദ്രനെ വിളിക്കുന്നത്. ഉപേന്ദ്രനോട് സുസ്മിത ഫോണിൽ പറയുന്നത്, നമ്മളെയൊക്കെ അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് അല്ലേ? ഉപേന്ദ്രൻ പറയുക, അതെ, ആള് കൂടിയാൽ പാമ്പ് ചാകില്ലെന്നൊരു ചൊല്ലുണ്ട്.
ഒറ്റപ്പെട്ടു നിന്നാലേ ശത്രുവിന് ജയം എന്നൊരു ചൊല്ലും കൂടെ ഉണ്ട് എന്ന് സുസ്മിതയും പറയുന്നു. പെരുവിരൽ കുത്തി നിൽക്കാൻ അറിയാവുന്നവന് തിരമാലകൾ വരുമ്പോൾ അതിൻ്റെ ശക്തി നോക്കി മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പുല്ലേന്ന് പറയും ഈ ഉപേന്ദ്രൻ വലിയ കോൺഫിഡൻറ്റിലാണ് നിൽക്കുന്നത്. സുസ്മിത പറയുന്നു, അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ ആത്മവിശ്വാസം കൈവിടാതിരിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ ഞാൻ ഒന്ന് പറയാം, നാട് മുഴുവൻ നിങ്ങളെ അവരെ അരിച്ചു പെറുക്കുക. അവരുടെ കയ്യിലെങ്ങും ചെന്ന് പെടാതിരിക്കാൻ നല്ലതുപോലൊന്ന് പ്രാർത്ഥിച്ചോ. എൻ്റെ നിഴൽ പോലും അപ്പോൾ അവരെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ. ഞാനതൊരു ബഹുമതി പോലെ എടുക്കുന്നു. സുസ്മിത പറയാ, നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ശത്രുപക്ഷത്ത് നിങ്ങൾക്കെതിരെ പട നയിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവാ. തള്ളവിരൽ അഴുത്തി രഥം താഴ്ത്തി അർജുനനെ രക്ഷിച്ച കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരത്തിൽ ഒന്ന് മാത്രമാണ്. നിങ്ങൾ അതുകൊണ്ട് പേടിക്കണം. രോഗത്തിൻ്റെ രക്ഷയ്ക്കായി വിഷ്ണു പല കളിയും കളിക്കും. ഇനി ഇതിൽ നിന്നെല്ലാം ജയിച്ചു വരാനേ ഉപേന്ദ്രൻ മുതലാളിക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. സുസ്മിതയുടെ ഈ വിരട്ടലിലൊന്നും ഉപേന്ദ്രൻ നിൽക്കുന്നില്ല. ഉപേന്ദ്രൻ പറയും, ഇതുവരെ കളിച്ച കളിയിലെല്ലാം ഉപേന്ദ്രൻ ജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ കളിച്ച കളിയിൽ എനിക്ക് പറ്റിയ പാളിച്ചയ്ക്ക് ഇവൻ എനിക്കതിന് മറുപടി തന്നേ പറ്റൂ. അതിനി അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ വീട്ടാനാവൂ എന്നുണ്ടെങ്കിൽ അതങ്ങ് എടുക്കുക എന്നല്ലാതെ എൻ്റെ മുന്നിൽ ഇനി യാതൊരു മാർഗവുമില്ല. എന്തായാലും ഞാനും എൻ്റെ ചിറ്റപ്പനും കട്ട സപ്പോർട്ടായി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. പിന്നെ ശത്രുക്കൾക്ക് പരാജയം വരുമ്പോൾ സന്തോഷം പങ്കിടുന്ന പതിവ് ചടങ്ങ് നമ്മളുടെ ഇടയിലുണ്ട്. രോഹിത്തിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുന്ന ഉപേന്ദ്ര മുതലാളിയുടെ ബുള്ളറ്റും സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കാം. ഞങ്ങളെ നിരാശരാക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ സുസ്മിതേ, ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യം കാണാതെ ഉപേന്ദ്രന് പിന്നൊരു മടക്കയാത്രയില്ല. അത് ഈ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം പോലെയാ. തല അറുത്തിട്ടേ തിരിച്ചു വരൂ. എങ്കിൽ ഞങ്ങളുടെ വിജയാശംസകൾ എന്ന് സുസ്മിത പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നത്, ഉപേന്ദ്രൻ്റെ ഈ ആവേശത്തിൽ മിക്കവാറും അയാൾ തീരും, ഇല്ലെങ്കിൽ വിഷ്ണു ഇയാളെ തീർക്കും. രണ്ടായാലും നമുക്ക് ഗുണമാണ് അല്ലേ ചിറ്റപ്പ. എന്നേക്കുമായി ഉപേന്ദ്രൻ്റെ ശല്യം തീരുകയും ചെയ്യും, വിഷ്ണു അകത്താകുകയും ചെയ്യും. ആ ഉപേന്ദ്രൻ ഒരു മണ്ടനടി കൊച്ചെ, ഒരു എടുത്തിയാട്ടക്കാരൻ. ബുദ്ധിയോടുകൂടി ഒരു കാര്യം അയാൾ ചെയ്യില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാലോ നമ്മൾ മണ്ടന്മാരാകുകയും ചെയ്യും. ചിറ്റപ്പനെ കേസങ്ങ് വിട്ടേരെ, നമുക്ക് സൈലൻ്റായിട്ടിരുന്ന ആട്ടം കാണും. സുസ്മിതയുടെ കള്ളത്തരമൊക്കെ ഉപേന്ദ്രനെ മനസ്സിലായി. ഉപേന്ദ്രൻ അവിടെയോട് പറയുക, അവൾ വെറുതെ ചൊറിയാൻ വിളിച്ചതാ. ഉപേന്ദ്രനെ ശരിക്കും ആർക്കും അറിയില്ല. എൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ മുതൽ അവർ കണ്ടു തുടങ്ങും. അപ്പോഴൊരു ഗുണ്ടയാന്ന് തോന്നുന്നു ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട് ഉപേന്ദ്രൻ്റെ അടുത്തോട്ട്. ഉപേന്ദ്രൻ ചോദിക്കുന്നു, ഐസക് പറഞ്ഞ ഡേവിഡ് മാർട്ടിൻ? അതെ. ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവൻ ചോദിക്കുന്നു, ആരെയാണ് ഞാൻ തീർക്കേണ്ടത്? ഉപേന്ദ്രൻ പറയുന്നു, ഡേവിഡ്, എനിക്ക് പണം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഡേവിഡ് പറയുന്നു, എനിക്ക് പണം ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവനെയാണ് എനിക്ക് വേണ്ടത്. അപ്പോഴേ ജോലിയോടുള്ള ചൂട് കൂടും. ഏത് കൊമ്പത്തെ ആളായാലും ഏൽപ്പിക്കുന്ന ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തു തീർക്കും. എന്നെ സഹായിക്കാനായിട്ടൊരു സിംഹക്കുട്ടിയെ അയക്കുമെന്നാണ് ഐസക് എന്നോട് പറഞ്ഞത്. അതെ, ഐസക് മുതലാളി പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്തു കൊടുത്തതിന് എനിക്ക് നല്ല പൈസയും തന്നിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെയുള്ള കുറേ ആൾക്കാരുടെ പേരൊക്കെ ഐസക് പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ പേര് തന്നെയാണ്. ഡേവിഡ് എനിക്ക് ഒത്ത തേരാളി തന്നെ. ദാണ്ട് ഇവനെയാണ് തീർക്കേണ്ടത് എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ മൊബൈലിൽ രോഹിത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. വന്നവന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഉപേന്ദ്രൻ. അയാൾ പറയുന്നു, ഫോണിൽ കൂടെ സംസാരമൊന്നും ഉണ്ടാവില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് നിങ്ങളെ കാണും. ബാക്കി തുക പിന്നെ തന്നാൽ മതി. ഡേവിഡെ സൂക്ഷിക്കണം, ഞാനാണിതിൻ്റെ പിന്നിൽ നിന്നുള്ളതെന്ന് ആരും അറിയാൻ പാടില്ല. അതൊന്നും പേടിക്കണ്ട, എന്നെ ഏൽപ്പിച്ച ജോലി മാന്യതയോടെ ഞാൻ ചെയ്തു തീർത്തിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഉപേന്ദ്രൻ്റെ ഗുണ്ടയ്ക്ക് രോഹിത്തിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? രോഹിത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? സാക്ഷാൽ വിഷ്ണു അല്ലേ? ഇനി വിഷ്ണു എന്താണ് ഉപേന്ദ്രനെ ചെയ്യാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.